പൈനാപ്പിൾ കൊണ്ട് എങ്ങനെ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഇത് രണ്ടായിട്ടൊന്ന് മുറിക്കാം. പൈനാപ്പിൾ ഇതുപോലെ ചെറുതായി ഞുറുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതൊരു അര പൈനാപ്പിൾ എടുത്തിട്ടുള്ളേ. ഇനി ഇതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് 1 കപ്പ് പാല്, 1 കപ്പ് മൈദ, ഇത് ഒരു 3 പ്രാവശ്യമെങ്കിലും തെള്ളിയിട്ടെടുക്കണേ. വെറുതെ എടുത്തിടല്ല, തെള്ളിയിട്ട് വേണം എടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 കപ്പ് പഞ്ചസാര, ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പൈനാപ്പിളും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ബാറ്ററിന് ഒരു നിറം വരാൻ വേണ്ടി ഒരല്പം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് വെക്കാൻ വേണ്ടി ഇതുപോലത്തെ ഒരു ഡിഷ് എടുക്കണം. അതിൻ്റെ അകവും വശങ്ങളിലും എല്ലാം നെയ്യോ ബട്ടറോ എന്തെങ്കിലും തേക്കണം. എന്നിട്ട് ഒരു ബട്ടർ പേപ്പർ ഇതുപോലെ വട്ടത്തിൽ വെട്ടി അതിന് നടുക്കേക്ക് ഇടണം. ഇതിലേക്ക് വേണം. എന്നിട്ട് അതിൻ്റെ മേളും കൂടെ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് വേണം എൻ്റെ അകത്തോട്ട് ബാറ്റർ ഒഴിക്കാൻ. ഈ ഡിഷിലേക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ശരിക്കൊന്ന് തട്ടി കൊടുക്കണം. കടക്കത്തെ എയർ ബബിൾസ് ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഈ ഡിഷ് ഇങ്ങനെ നന്നായിട്ട് തട്ടി കൊടുക്കണേ. ഞാനിവിടെ ഇഡലിയൊക്കെ പുഴുങ്ങുന്ന പാത്രമില്ലേ, അതിനകത്താണ് ഈ വെച്ചിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് മണ്ണിട്ട് നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു റൗണ്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേലോട്ട് ഈ പാത്രം വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് മുമ്പേ ഈ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് മണ്ണ് വിട്ട് ചൂടാക്കാൻ വെച്ചതാണ്. ഇനി ഇത് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇതെന്നിട്ട് മൂടി വെക്കാം. കഴിഞ്ഞിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് പതുക്കെ തൊട്ട് നോക്കിയപ്പോൾ കയ്യെ പറ്റുന്നില്ല. അപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാൻ വെക്കാം. ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പൈനാപ്പിൾ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എസൻസും കൂടെ ഒക്കെ ഒഴിച്ചുകൊണ്ട് നല്ല സ്മെല്ലും ഒക്കെയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പൈനാപ്പിൾ കേക്ക് ഇഷ്ടം പോലുള്ള സമയമാണിപ്പോൾ. അപ്പോൾ മേടിച്ചിട്ട് ഇതുപോലെ പൈനാപ്പിൾ കേക്ക് ഉണ്ടാക്കി നോക്കണം. ഈ ഡിഷ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റും രേഖപ്പെടുത്തണം. നല്ല അടിപൊളി സ്പോഞ്ച് പോലെ ഇരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം.